ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹല നീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സാദാ ചോറ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് കറിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാദാ ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4 ഗ്ലാസ് അരിയുണ്ട്. അപ്പോൾ അതിന് കണക്കായ മസാലയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവ് നോക്കി നിങ്ങൾക്ക് മസാല കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3 ക്യാരറ്റാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കണം. ഇതുപോലെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബീൻസും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 15 ബീൻസോളം എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ബൗളിലാക്കിയിട്ട് വെക്കാം. ഒരു 1.5 കപ്പിൻ്റെ അളവിലാണ് വെജിറ്റബിൾ എല്ലാം എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ഉള്ളിയാണ്. ചെറുതായതുകൊണ്ട് 2 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളിയാണെങ്കിൽ 1 മാത്രം മതി. അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടതാണ് പുതിനയും മല്ലിയിലയും. അതൊരു പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ചോറിനായി ഒരു പച്ച കളർ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 6-7 പച്ചമുളകും പിന്നെ ഒരു വെളുത്തുള്ളിയും. ഇത് 4ഉം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 1.5 കപ്പോളം കിട്ടുന്നുണ്ട്. ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു രീതിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കടായി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് നല്ലൊരു മണം വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, ആകെ ഈ ഒരു മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം കൂടുതൽ സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഗ്രീൻ പീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. ഗ്രീൻ പീസ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങളെടുത്തുണ്ടെങ്കിൽ തീർച്ചയായും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ പച്ചക്കറിയൊക്കെ വെന്ത് വരുന്നത് വരെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റായി. ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നേരത്തെ അരച്ച് വെച്ച പുതിന മല്ലിയിലയുടെ പേസ്റ്റാണ്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഒരു 1/2 ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. മസാല ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കണം. ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാല ചോറിൽ എല്ലായിടത്തും പിടിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ബിരിയാണിയുടെ അരിയിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിയുടെ അരിയാകുമ്പോൾ. അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ രാവിലത്തെ തിരക്കിനിടയിൽ കുട്ടികൾക്ക് ലഞ്ചിൽ കൊടുക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. ഇത് അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ ഉണ്ടായാൽ മതി. നല്ലൊരു ഗ്രീൻ കളറാണ് ഈ ഒരു ചോറിന്. കാണാനും നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.